ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ പ്രകൃതി രമണീയമായ ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലാണല്ലേ. അപ്പം നമ്മൾ ആലപ്പുഴ നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജില്ലയുടെ തന്നെ ആസ്ഥാനം തന്നെയാണല്ലേ നമ്മുടെ ആലപ്പുഴ എന്ന് പറയുന്ന നഗരമാണ് ഈ ജില്ലയുടെ തന്നെ ഒരു ആസ്ഥാനം. 1957 ഓഗസ്റ്റ് 17-നാണ് ജില്ല രൂപീകൃതമായത്. 1990-ലാണ് ആലപ്പി എന്ന ഇതിൻ്റെ ഔദ്യോഗിക ഇംഗ്ലീഷ് നാമധേയം ആലപ്പുഴ എന്നാക്കി മാറ്റിയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ആലപ്പുഴ. കൂടാതെ കയർ വ്യവസായത്തിനും പേരുകേട്ടതാണ് നമ്മുടെ ആലപ്പുഴ കേട്ടോ. കേരളത്തിലെ ഒട്ടുമിക്ക കയർ വ്യവസായ സ്ഥാപനങ്ങളും ജില്ലയിലാണ്, ഈ ജില്ലയിൽ തന്നെയാണ് ഉള്ളത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ആലപ്പുഴ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ജില്ല. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള സമരവേദികളായിരുന്ന പുന്നപ്ര, വയലാർ എന്നീ പ്രദേശങ്ങൾ ഇവിടെയാണ്. ഉൾനാടൻ ജലഗതാഗതത്തിന് പേര് കേട്ടതാണ് നമ്മുടെ ആലപ്പുഴ ജില്ല. കേരളത്തിലെ പല പ്രദേശങ്ങളുമായും ഇവിടെ നിന്നും ജലഗതാഗത ബന്ധം കാലങ്ങൾക്ക് മുൻപേ നിലവിലുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും ജലസാന്ദ്രതയേറിയ ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ. ജില്ലയുടെ 29.46% പ്രദേശവും നഗരപ്രദേശമാണ്. ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നിവയാണ് ജില്ലയിലെ താലൂക്കുകൾ. നമ്മുടെ 91 വില്ലേജുകളും നമ്മുടെ ഈ താലൂക്കിലുണ്ട് കേട്ടോ, നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലുണ്ട്. പിന്നെ ജില്ലയുടെ ആസ്ഥാനമായ ആലപ്പുഴ നഗരം മനോഹരമായ കായലുകളും കനാലുകളും കൊണ്ട് സമ്പന്നമാണ്. കേരളത്തിൽ വനം ഇല്ലാത്ത ഏക ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ ജില്ല. തലങ്ങും വിലങ്ങുമായി ഒഴുകുന്ന തോടുകളും അതിലൂടെയുള്ള ജലഗതാഗതവും കണ്ട് കിഴക്കിൻ്റെ വെനീസ് എന്നാണ് കഴ്സൺ പ്രഭു ആലപ്പുഴയെ വിശേഷിപ്പിച്ചത്. നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ്. ജലോത്സവങ്ങളുടെ നാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറിയുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ല. അച്ചടി ഭാഷ ഏകദേശം സംസാരിക്കുന്ന ഓണാട്ടുകര, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂരിലെ ചില ഭാഗങ്ങൾ, അമ്പലപ്പുഴയിലെ ചില ഭാഗങ്ങൾ ഈ ജില്ലയിലാണ് കേട്ടോ. മലനിരകളും കുന്നിൻ പ്രദേശങ്ങളും കുറവുള്ള ജില്ല. കേരളത്തിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് വന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി ഫിലിം സ്റ്റുഡിയോ വന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീ വന്ന ജില്ലയും ആലപ്പുഴയാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് വന്ന ജില്ല. ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ആസ്ഥാനം. കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ കടൽ തീരങ്ങൾ, തുമ്പോളി, പുറക്കാട് തീരങ്ങളെല്ലാം നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ തന്നെ താലൂക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ, മാവേലിക്കര, ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആർത്തുങ്കൽ പള്ളി, എടത്വാ പള്ളി, കൃപാസനം, സെൻറ് തോമസ് പള്ളി തുമ്പോളി, കോക്കമംഗലം പള്ളി, പള്ളിപ്പുറം സെൻറ് മേരീസ് പള്ളി, അവർ ലേഡി ഓഫ് അസംഷൻ ദേവാലയം പൂങ്കാവ്, കാതീശ പള്ളി കായംകുളം, ചെന്നിത്തല ഹോറേബ് പള്ളി, തണ്ണീർമുക്കം തിരുരക്ത ദേവാലയം, പഴയ സുറിയാനി പള്ളി ചെങ്ങന്നൂർ, പാതുവ പുരം പള്ളി, പുത്തൻകാവ് പള്ളി, മാർ ബെർസൗമാസ് ഓർത്തഡോക്സ് പള്ളി ആറ്റുവ, സെൻറ് അഗസ്റ്റിൻ പള്ളി മാരാരിക്കുളം, സെൻറ് തോമസ് പള്ളി തുമ്പോളി. പിന്നെ അതുകൂടാതെ തന്നെ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ആലപ്പുഴ ചിറപ്പ് പ്രസിദ്ധം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അവിടെ പാൽപ്പായസം പ്രസിദ്ധമാണ് കേട്ടോ. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം, നീരേറ്റുപുറം പൊങ്കാല പ്രസിദ്ധമാണ്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം, 12 വിളക്ക് പ്രസിദ്ധമാണ്. മരുത്തൂർ വട്ടം ധന്വന്തരി ക്ഷേത്രം തണ്ണീർമുക്കം, മണ്ണാർശാല നാഗരാജക്ഷേത്രം, പടനിലം പരബ്രഹ്മക്ഷേത്രം, നൂറനാട് മാവേലിക്കര, കണിച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രം, മാരാരിക്കുളം വടക്ക്, കുമ്പളപ്പള്ളി ശ്രീ വാരാഹി ദേവീക്ഷേത്രം, കണിച്ചുകുളങ്ങര മാരാരിക്കുളം വടക്ക്, ചേർത്തല കാർത്യായനി ക്ഷേത്രം,
കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം ആലപ്പുഴ, പള്ളിപ്പാട് മണക്കാട് ദേവീക്ഷേത്രം, മേജർ രാമപുരം ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രം, വേതാളൻകാവ് മഹാദേവ ക്ഷേത്രം കായംകുളം, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, തൃപ്പൂത്താറാട്ട് പ്രസിദ്ധം, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം, അറവുക്കാട് ശ്രീദേവി ക്ഷേത്രം, കുറക്കാട് ദേവീക്ഷേത്രം കൃഷ്ണപുരം, കണക്കൂർ ശ്രീ ധന്വന്തരി ക്ഷേത്രം മണ്ണഞ്ചേരി, തൃപ്പരുന്തുറ മഹാദേവ ക്ഷേത്രം, ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, നങ്ങ്യാർകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം, മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം, മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം, ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, കുംഭഭരണി മഹോത്സവമാണ് കേട്ടോ അവിടെ. പിന്നെ ആദിമൂല അവിടെ പ്രസിദ്ധമായിട്ടുള്ളത്. പിന്നെ ആദിമൂല ശ്രീ നാഗരാജ ക്ഷേത്രം വെട്ടിക്കോട്, കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം, തട്ടാരമ്പലം സരസ്വതി ദേവീ ക്ഷേത്രം മാവേലിക്കര, ആറാട്ടുപുഴ പെരുമ്പള്ളി ലക്ഷ്മി വിനായക സരസ്വതി ക്ഷേത്രം ആലപ്പുഴ, മാലിമേൽ ഭഗവതി ക്ഷേത്രം. ഇങ്ങനെ തുടങ്ങി പോകുന്നു കുറേ ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. വളരെ സൗന്ദര്യമേറിയ നമ്മുടെ ഒരു നാട്, നമ്മുടെ ഒരു ജില്ല, കേരളത്തിൻ്റെ തന്നെ വളരെ മനോഹരമായ ഒരു ജില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.